കോലാത്തൊട്ടി ഇസ്മയിൽ എന്ന ഈ ഗൃഹനാഥന്റെ വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന 3 ജീവനുകളുണ്ട് മുറിക്കുള്ളിൽ. മക്കളെ വിളി കേട്ടാൽ പിന്നെ ഇസ്മയിലിന് ചുറ്റും 3 ആളും ചേർന്നുള്ള തിക്കും തിരക്കുമാണ്. ഒരു മാസം മുൻപ് ജനിച്ച 3 കുഞ്ഞാടുകൾക്ക് വേണ്ടിയാണ് ഇസ്മയിലിന്റെ ഈ പ്രയത്നം. പ്രസവത്തെ തുടർന്ന് തള്ളയാട് ചത്തുപോയതോടെയാണ് കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാൻ ഇസ്മയിൽ തീരുമാനിച്ചത്. ദിവസവും 2.5 ലിറ്റർ പാല് വാങ്ങി തിളപ്പിച്ചാറ്റി 5 തവണയായി ആട്ടിൻകുട്ടികൾക്ക് നൽകുകയാണ് പതിവ്. മക്കളെ നോക്കുന്നത് പോലെയാണ് ഇസ്മയിലിന്റെ ആടുപരിപാലനം. 1.5 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിക്കും. പുള്ള തിളപ്പിച്ചിട്ട് തണുത്ത ശേഷം ഇതിന് കൊടുക്കും. വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഇവർ താമസം അല്ലേ? ആ അകത്തന്നെ. ഞങ്ങൾ പുറത്ത് വിടൂല. ഞങ്ങൾ ഉണ്ടെങ്കിലേ പുറത്ത് വിടുള്ളൂ. ഇല്ലെങ്കിൽ നായിൻ്റെ പഠിച്ചിട്ട് എവിടെയും വിടൂല. ഞങ്ങൾ വിട്ടു പോകില്ല എവിടെയോ. പാല് നൽകാനായി ആശാരിയെ കൊണ്ട് പ്രത്യേക ഫീഡിംഗ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇസ്മയിൽ. ഇതിൽ ഘടിപ്പിക്കുന്ന കുപ്പിയിൽ നിന്നും അകിട് ചുരത്തുന്ന രീതിയിൽ കുഞ്ഞാടുകൾക്ക് പാല് കുടിക്കാൻ സാധിക്കും. അമ്മയില്ലാത്തതിൻ്റെ അല്ലലറിയാതെ കുഞ്ഞാടുകളെ വളർത്താനാണ് ഇസ്മയിലിൻ്റെ ഈ പെടാപ്പാട്. ക്യാമറാമാൻ ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.